ചാണക്യ ഗുരുക്കളുടെ അഭിനവ അവതാരമായിട്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാജിയെ BJPയുടെ ഭക്തജന സമാജവും ചില മാധ്യമങ്ങളും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ആളൊരു കിടുവാണ്, പ്രതിഭാശാലിയാണ്, അതിസമർത്ഥനാണ്, പ്രഭാഷണ പടുവാണ്. ചിലപ്പോൾ അദ്ദേഹം മാന്ത്രികനായ മാൻഡ്രേക്കിനെ ഓർമ്മിപ്പിക്കും. മാന്ത്രികമായ ഒരു അംഗവിക്ഷേപം കൊണ്ടോ അല്ലെങ്കിൽ മാന്ത്രിക ദണ്ഡ് ചുഴറ്റിക്കൊണ്ടോ അതുമല്ലെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ് എടുത്ത് വീശിക്കൊണ്ടോ അദ്ദേഹം ചിലപ്പോൾ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ചില അത്ഭുത പ്രവർത്തികൾ നിർവഹിച്ചു കളയും. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നമ്മുടെ മാന്യ ഗൃഹമന്ത്രി, അതായത് ആഭ്യന്തരൻ, ഇതുപോലെ ഒരു അതിശയ പ്രവൃത്തി നടത്തി. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണനാവൊന്ന് വിളയാടിയതേ ഉള്ളൂ. ഒരു പ്രസംഗം, ഒറ്റ നിമിഷം. അതുവരെ കുശുമ്പവും പൈശന്യവും മൂത്ത് പല തട്ടുകളിലായിട്ട് നിന്നിരുന്ന പ്രതിപക്ഷം, നമ്മുടെ ഇന്ത്യ സഖ്യം, ആ ഒറ്റ നിമിഷം കൊണ്ട് അവരൊന്നായി, ഐക്യമുന്നണിയായി. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന മട്ടിലായി കാര്യങ്ങൾ. നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച രാജ്യസഭയിൽ നടക്കുകയായിരുന്നു. 75 വർഷത്തെ മഹത്തായ യാത്ര, അതിനെപ്പറ്റിയുള്ള രാജ്യസഭാ ചർച്ച. അവിടെ മറുപടി പറഞ്ഞത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ലോക്സഭയിൽ അത് പ്രധാനമന്ത്രിയായിരുന്നു. ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ രാജ്യസഭയിൽ 2ാം സ്ഥാനക്കാരനായ ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയുന്നു. അതാണ് അതിൻ്റെ രീതി, അതിൻ്റെ ശരിയായ രീതി. ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഭരണഘടനാ ചർച്ച ഏതാണ്ട് മുഴുവൻ കേട്ടതാ. അതിൽ പങ്കെടുത്തവരൊക്കെ BR അംബേദ്കറിനെ ഇങ്ങനെ വാഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സഹിച്ചില്ല. അതാണ് സംഭവിച്ചത്. ഞങ്ങളാണെങ്കിൽ ഭരണഘടനയെ സംബന്ധിച്ച് വേറെ ചില അഭിപ്രായങ്ങളുള്ള ആളുകളാണ്. നമ്മുടെ ഭരണഘടനയിൽ ഭാരതീയമായിട്ടൊന്നുമില്ല എന്നും അതുപോലെ തന്നെ മനുസ്മൃതിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനേക്കാൾ മികച്ചതെന്നും വിശ്വസിക്കുന്നവരാ. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഗുരുജനങ്ങളുടെ പിന്തുണച്ചക്കാരാണ് ഞങ്ങളുടെ പാർട്ടി. അപ്പൊ എത്ര നേരമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുക? BR അംബേദ്കർ, അംബേദ്കർ എഴുതിയ ഭരണഘടന. ഇതങ്ങ് കേട്ട് മടുത്തപ്പോൾ ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ. അമിത് ഷാ അംബേദ്കറെ പറ്റി പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് അംബേദ്കർ എന്ന് ആവർത്തിച്ചു പറയുന്നത് ഒരു ഫാഷനായിരിക്കുകയാണ്. അത്രയും തവണ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു എങ്കിൽ 7 ജന്മങ്ങളിലും ഇവർക്ക് സ്വർഗം കിട്ടുമായിരുന്നു. ഇതാണ് പറഞ്ഞത്. പ്രസംഗിച്ച് നിർത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നത് രാജ്യം മുഴുവൻ അമിത് ഷായുടെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. അംബേദ്കറെ ബഹുമാനത്തോടെ കാണുന്നവരെല്ലാം അമിത് ഷായുടെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് അതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി എഴുന്നേറ്റ് നിന്നു. പാർലമെന്റിലും അതുണ്ടായി. അംബേദ്കറുടെ ചിത്രം വഹിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മകരദ്വാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രകടനം നടത്തി. അതിനുശേഷം ആ ചിത്രങ്ങളുമായി, മുദ്രാവാക്യം വിളികളുമായി അവർ രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും കടന്നു ചെന്നു. സഭ തുടങ്ങിയപ്പോൾ അവർ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധ സൂചകമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു. അങ്ങനെ പാർലമെന്റിന്റെ 2 സഭകളും, രാജ്യസഭയും ലോക്സഭയും, ഒരുപോലെ സ്തംഭിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ നായികയായി ഇന്ത്യയെ നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന മമതാ ബാനർജിയുടെ TMC, തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ UP-യിലെ മുസ്ലിങ്ങളുടെ വോട്ട് കോൺഗ്രസ്സുകാർ അടിച്ചു മാറ്റിക്കളയുമോ എന്ന് വ്യാകുലപ്പെട്ടിരുന്ന അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി, മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരത്തെ കൂടെ നിന്നിരുന്ന ശിവസേനക്കാരെല്ലാം ഷിൻഡയുടെ കൂടെ പോയി. അതിൽ ഊച്ചിക്കറുവുമായി നിന്നിരുന്ന ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, ഇവരെല്ലാം അടങ്ങുന്ന ഇന്ത്യ സഖ്യം ഈ അംബേദ്കർ അധിക്ഷേപത്തിൻ്റെ മുമ്പിൽ ഒന്നിച്ചു നിന്ന് അമിത് ഷായെ എതിർത്തു. അമിത് ഷായുടെ ഈ വിവരദോഷം നിറഞ്ഞ പ്രസ്താവന ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അത് BJPക്ക് ഉണ്ടാക്കാവുന്ന കേടുപാടുകൾ
പാർട്ടി നേതൃത്വം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അംബേദ്കർ എന്ന് പറയുന്ന അത്ര ചില്ലറക്കാരനൊന്നുമല്ല, നമ്മുടെ ഭരണഘടനാ ശില്പിയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കോൺഗ്രസിന്റെ നെഹ്റുവിനെ കുറിച്ചോ ഇന്ദിരാഗാന്ധിയെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെ അല്ല അംബേദ്കറെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഈ പ്രസംഗമുണ്ടാക്കാവുന്ന പ്രത്യാഘാതം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദി, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പാർലമെന്റ് സന്ദർശിക്കുന്ന മോദി പോലും രംഗത്തിറങ്ങി അമിത്ഷായ്ക്ക് വേണ്ടി. അത് പിന്നെ അങ്ങനെയാണ്. മോദിക്ക് എന്തെങ്കിലും ഒരു അപകടം പിണഞ്ഞാൽ, ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയാൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഇറങ്ങുക അമിത്ഷാ ആയിരിക്കും. ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ പിണറായി വിജയന്റെ മാതൃകയിലുള്ള രക്ഷാപ്രവർത്തനമല്ല കേട്ടോ. അതുപോലെ തന്നെ അമിത്ഷായ്ക്ക് പ്രശ്നം ഉണ്ടായാൽ മോദിയും രംഗത്തിറങ്ങും. മോഡി ഇല്ലെങ്കിൽ അമിത്ഷാ ഇല്ല, അമിത്ഷാ ഇല്ലെങ്കിൽ മോഡിയില്ല. അതാണ് BJPയുടെ രീതി. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. സ്വാഭാവികമായും അടുത്ത നിമിഷത്തിൽ തന്നെ മോദി രംഗത്തിറങ്ങുന്നു. പക്ഷെ അദ്ദേഹം കോൺഗ്രസിനെതിരെ കുറെ പുലഭ്യം പറഞ്ഞതല്ലാതെ, അത് അംബേദ്കറുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, അതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. പിന്നീട് BJPയുടെ പ്രസിഡന്റ് നഡ്ഡ വന്നു, മറ്റ് BJP നേതാക്കളൊക്കെ രംഗത്തിറങ്ങി രക്ഷാപ്രവർത്തനത്തിന്. ഇവരെല്ലാം കോൺഗ്രസിനെ കുറെ ചീത്ത പറഞ്ഞു, പുലഭ്യം പറഞ്ഞു. അതായത് കോൺഗ്രസ് അംബേദ്കറിന് ഭാരതരത്നം ബഹുമതി കൊടുക്കാൻ വിസമ്മതിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രം പാർലമെന്റിൽ വയ്ക്കുന്നതിന് എതിരായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് ദളിതുകൾക്കെതിരായിട്ട് ധാരാളം അക്രമ പ്രവർത്തികൾ ഉണ്ടായി. അങ്ങനെയൊക്കെ പറഞ്ഞ് പഴകിയ ആരോപണങ്ങൾ ആവർത്തിച്ചതല്ലാതെ അമിത്ഷാ നടത്തിയ പ്രസ്താവനയെ, അംബേദ്കറിനെ അവമാനിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസംഗത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ കഴിയാതെ കുഴങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് തോന്നിയത്, BJP ഇന്ത്യ ഭരിക്കുന്ന പ്രധാന പാർട്ടി എന്നാണ് ഈ കോൺഗ്രസിനെ ചീത്ത പറയുന്നത് അവസാനിപ്പിച്ച് അവരുടെ സ്വന്തം രാഷ്ട്രീയം, BJPയുടെ രാഷ്ട്രീയം നമ്മോട് പറയും, ഇന്ത്യയോട് സംസാരിക്കും എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. വൈകുന്നേരമായപ്പോഴേക്ക് സ്വയം ന്യായീകരണത്തിന് അമിത്ഷായ്ക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി, ഒരു ചെറിയ അസ്ക്യത. 4 കേന്ദ്രമന്ത്രിമാരെ കൂടെ വിളിച്ചു. ചില്ലറക്കാരൊന്നുമല്ല, മുൻനിരക്കാരാ. അതായത് BJPയുടെ പ്രസിഡന്റ് കൂടിയായ JP നഡ്ഡ, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, പിന്നെ നമ്മുടെ കിരൺ റിജു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ ശ്രദ്ധാകേന്ദ്രമായതാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി ബില്ലിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ വന്ന ഉപക്ഷേപം, അതിന്മേൽ നടന്ന വോട്ടെടുപ്പ്, അപ്പോൾ 20 BJP അംഗങ്ങൾ 4 കേന്ദ്രമന്ത്രിമാരടക്കം വിട്ടുനിന്നത്. അങ്ങനെ BJPയുടെ ഫ്ലോർ മാനേജ്മെന്റ് കുഴപ്പത്തിലാക്കിയ കിരൺ റിജു. 4ാമത് പീയൂഷ് ഗോയൽ. ഭരണഘടനാ ചർച്ചയ്ക്ക് മോദി ലോക്സഭയിൽ മറുപടി പറയുമ്പോൾ ഉറങ്ങുകയായിരുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തിയ പീയൂഷ് ഗോയൽ. ഇത്രയും പേരാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്, അമിത്ഷായ്ക്കൊപ്പം. പക്ഷേ അമിത്ഷായ്ക്കും കാര്യമായിട്ടൊന്നും വിശദീകരിക്കാനുണ്ടായിരുന്നില്ല. എൻ്റെ വാക്കുകൾ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വളച്ചു ഒടിച്ചു, തിരിച്ചു, വളച്ചൊടിച്ചു എന്നൊക്കെ അല്ലാതെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. എങ്ങനെ വളച്ചൊടിച്ചു എന്ന് പറയാൻ പറ്റും? സാധനം രേഖകളിൽ കിടക്കുകയോ രാജ്യസഭയുടെ, അവിടെ വീഡിയോ ഉണ്ട്, അതുപോലെ ശബ്ദലേഖനമുണ്ട്. അതുമാത്രമല്ല സൻസദ് TV നമ്മളെല്ലാവരും കേട്ടതല്ലേ. ഇനി വളച്ചൊടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? മോഡിയൊക്കെ ചെയ്തതുപോലെ അമിത്ഷായും കോൺഗ്രസിനെതിരായിട്ട് കുറേ സംസാരിച്ചു, കുറേ ചീത്തയൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് അദ്ദേഹം കോൺഗ്രസിനെതിരെ മറ്റൊരു ആക്ഷേപം കൂടെ കൊണ്ടുവന്നു. അതായത് നമ്മുടെ സൈന്യത്തിലെ ധീര രക്തസാക്ഷികളെ കോൺഗ്രസ്സുകാർ അപമാനിച്ചെന്ന്. അത് ഏത് സാഹചര്യമാണെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ ആ ആരോപണത്തിൻ്റെ, ആ കുറ്റപ്പെടുത്തലിൻ്റെ പ്രസക്തി ഇവിടെ എന്താണെന്നും മനസ്സിലായില്ല, പിടികിട്ടിയില്ല. അതുമാത്രമല്ല, അത് ഒരു കാര്യം അങ്ങ് മറന്നുപോയി. 4 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒന്നാണ്. അതായത് ഐതിഹാസികമായ ബംഗ്ലാദേശ് വിമോചന സമരം. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് കീഴടക്കി. ബംഗ്ലാദേശിൽ ഒരു പുതിയ രാജ്യമുണ്ടായി. ആ യുദ്ധത്തിന് അവസാനം പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യൻ സൈനിക മേധാവിയുടെ മുമ്പിൽ
കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവയ്ക്കുന്ന ഒരു ചിത്രം. ഇത് 1971 നടന്നതാണ്. അന്ന് മുതൽ നമ്മുടെ കരസേനാ മേധാവിയുടെ ഓഫീസിൽ അതാണ് പ്രധാന സ്ഥാനത്ത് വെച്ചിരുന്നത്. ഇപ്പോ ആ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും പൈതൃകം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ ചിത്രമെടുത്തും മാറ്റിവെച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ എക്കാലത്തെയും മഹത്തായ ഒരു വിജയത്തെ അപമാനിച്ച, തമസ്കരിച്ച ആളുകളാണ് ഇപ്പോൾ സൈന്യത്തിന്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ അത്യാഗ്രഹവും അത്യാർത്തിയും അതും സ്മരിക്കാതെ വയ്യ. നമ്മുടെ അമിത്ഷാ അങ്ങനെ പ്രസംഗിച്ചു പോയി, സംഗതി ശരിയാ. അദ്ദേഹത്തിന്റെ പ്രസംഗം അംബേദ്കറെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ പ്രതിപക്ഷം എന്തൊക്കെ ഡിമാൻഡുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അമിത്ഷാ രാജിവെക്കണം, അമിത്ഷയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, അദ്ദേഹം മാപ്പ് പറയണം. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മല്ലികാർജുന ഖാർഗെ എന്താ പറഞ്ഞത്? അംബേദ്കറിൽ മോദിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഖാർഗെജിയുടെ ഒരു ആഗ്രഹം. ഈ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മോദിയുടെയും അമിത്ഷായുടെയും പാവങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുന്നവരാണ് ഇരുവരുമെന്ന്. മനസ്സിലായില്ലേ? ഇതറിയാമായിരുന്നിട്ടാണ് ഖാർഗെജി പറയുന്നത് അംബേദ്കറെ അപമാനിച്ച പ്രസ്താവനയുടെ പേരിൽ മോദി അമിത്ഷായെ ഗവൺമെന്റിൽ നിന്ന്, സർക്കാരിൽ നിന്ന് പുറത്താക്കണമെന്ന്. എന്തൊരു ന്യായമാണ്! രാജിയും പുറത്താക്കലും മാപ്പ് പറച്ചിലും ഒക്കെ അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നങ്ങളാണ്. ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് പള്ളിയിൽ പോയിട്ടില്ല, പിന്നല്ലേ ഇപ്പോ. അത് മാത്രമല്ല, ഈ പ്രതിപക്ഷത്തിന് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ അരികെ പോയിട്ടില്ല കേട്ടോ. കാരണം ഇതുവരെ ഭിന്നിച്ചു നിന്നിരുന്ന ഇന്ത്യ സഖ്യത്തെ ഒരൊറ്റ പ്രസംഗത്തിലൂടെ അമിത്ഷാ ഒന്നിപ്പിച്ചതാണ്. അതിനൊരു താങ്ക്സ് പറയണ്ടേ, ഒരു നന്ദി പറയണ്ടേ? നന്ദിയില്ലാത്ത വർഗം. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മുടെ മനസ്സിലൂടെ അറിയാതെ പുറത്തു വന്നു പോകും. അമിത്ഷായ്ക്കും അതേ സംഭവിച്ചുള്ളൂ. അതിൻ്റെ പേരിൽ ആളുകളെ ക്രൂശിക്കാനും ശിക്ഷിക്കാനും നിന്നാൽ അത് നടപ്പുള്ള കാര്യമല്ല. BJP നയിക്കുന്ന NDAയിൽ അംബേദ്കറുടെയും അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയുടെയും പൈതൃകം ചേരുന്ന ചില സഖ്യകക്ഷികളുണ്ട്. അവരാരെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം പറഞ്ഞോ എന്തോ?